കാഷ്വാലിറ്റിയോ ഇതായിട്ട് ഒന്നും ബന്ധമില്ല. മോർച്ചന ബോഡി ഫ്രീസറിൽ വെക്കാനായിട്ട് വന്നതാണ് അവർ. അവർ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു കാഷ്വാലിറ്റിയോ അല്ല അതിൻ്റെ ഭാഗമായിട്ട് ഒന്നുമില്ല. നേരെ ബോഡി എന്നുള്ള രീതിയിൽ തന്നെ വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, മരിച്ചാൾ ജീവിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ജീവൻ എല്ലാവരും അതിനുശേഷം ഇങ്ങനെ നിങ്ങൾ ഈ ജീവൻ കണ്ടെത്തിയതിന് ശേഷം എല്ലാവരും അഭിനന്ദിച്ചു. അത് തീർച്ചയായും. പിന്നെ എന്താ പറയുക, ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഇങ്ങനെ നമ്മൾ തന്നെ എമർജൻസി. ഞാൻ ആടുന്ന് എന്താ പറയുക, ഈ ബാക്കിൽ മോർച്ചറിൻ്റെ എടുത്ത് പോകുമ്പോൾ തന്നെ കാഷ്വാലിറ്റി ഞാൻ വിളിച്ചു പറഞ്ഞു, എന്താ പറയുക, നമ്മൾ ബാക്കിൽ നിന്ന് കാഷ്വാലിറ്റിക്ക് തുറക്കേണ്ട ഓപ്ഷൻ ശരിയുണ്ട് സാറേ, ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, ബാഗ് എടുത്തിട്ട് വേഗം കയറ്റുന്നുണ്ട്. അക്ഷയ് സാറോട് പറഞ്ഞു, അക്ഷയ് സാർ പറഞ്ഞു വേഗം കയറ്റുമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് അത് എമർജൻസി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൈയോടെ തന്നെ. മരിച്ചു എന്ന് കരുതി മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്നും ആംബുലൻസിൽ ഒരു രോഗിയെ കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തിച്ചു. ആ ആംബുലൻസ് നേരെ പോയത് മോർച്ചറിയുടെ ഭാഗത്തേക്ക്. മോർച്ചറിയിൽ ആ ബോഡി വെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്തത്. അവിടെ നിന്നും അറ്റൻഡറായ കുറ്റാട്ടൂർ സ്വദേശി R. ജയൻ ആംബുലൻസിൽ നിന്നും ആ രോഗിയെ പുറത്തേക്കിറക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിനിടയിൽ ജീവൻ്റെ തുടിപ്പ് ആ ശരീരത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ജയനാണ്. ജയൻ ഉടൻ തന്നെ ഡോക്ടർമാരെയും മറ്റും വിവരമറിയിച്ചു. പാച്ചപ്പൊയ്ക സ്വദേശിയായ പവിത്രനാണ് മരിച്ചു എന്ന് കരുതിയെടുത്തു നിന്നും ജീവൻ തിരിച്ചു കിട്ടിയത്. മരിച്ചു എന്ന വാർത്ത പത്രങ്ങളിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. നമ്മോടൊപ്പം ആ ജീവൻ കണ്ടെത്തിയ R. ജയൻ ചേരുന്നുണ്ട്. ജയൻ, എന്താണ് സംഭവിച്ചത്? ഒരു രാത്രി ഒരു 11-12 മണിക്ക്, ഇന്നലെ രാത്രി 11-12 മണിക്ക് ആംബുലൻസ് മോർച്ചറിൻ്റെ ബാക്കിൽ വരികയും ബോഡി ഫ്രീസറിൽ വെക്കാനെന്ന് പറഞ്ഞു. ബാക്കി ഫോർമാലിറ്റി ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മൾ ആംബുലൻസ് ഓപ്പൺ ചെയ്തു. ആശുപത്രി രജിസ്റ്റർ ഉണ്ട്, അവർ മരിച്ച ഫോം എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ മോർച്ചറിൽ കയറ്റാറുള്ളൂ. അത് ചെയ്യാൻ വേണ്ടി അതിന് മുന്നേ നമ്മൾ എന്താ പറയുക, ഇന്നലെ കുന്നത്തൂർ ഭയങ്കര ഇവിടെ ആക്സിഡൻ്റ് ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഓടിപ്പോവുകയും മരിച്ചതും ജീവിക്കുന്നതും നമ്മൾ ഒരേ തുല്യത കാണിക്കേണ്ടതുകൊണ്ട് ഓടിപ്പോയി ചെറിയ തിരക്കായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കൈക്കൊരു ചലനം പോലെ തോന്നി, സംശയം തോന്നി. പിന്നെ വീണ്ടും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ആൾക്ക് ജീവനുണ്ടെന്നൊരു തോന്നി. നേരെ കാഷ്വാലിറ്റിയിൽ നേരെ അക്ഷയ് സാറോട് വിളിച്ചു പറയും. നേരെ കാഷ്വാലിറ്റി കയറ്റുകയും ചെയ്തു. കയറ്റി നോക്കുമ്പോൾ ആൾ മരണപ്പെട്ടില്ല, ജീവനുണ്ട്. അതായത് ഈ കണ്ണൂർ AKG ആശുപത്രിയിൽ എത്തിച്ച ഈ രോഗിയെ മോർച്ചറിയിലേക്ക് കയറ്റി എന്നുള്ള രീതിയിലൊക്കെയാണ് ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായത്. അത് ശരിയല്ല അല്ലേ? അല്ല, നേരെ മോർച്ചറിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നു. മോർച്ചറി ഫ്രീസറിലോ കയറ്റിയില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ ഫോർമാലിറ്റി കഴിഞ്ഞാൽ മാത്രമേ മോർച്ചറിലേക്ക് ഫ്രീസറിലേക്ക് വെക്കാറുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെക്ക് ചെയ്യും, തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട്. അനുപാട്ടനാണ് മോർച്ചറി ചാർജ്. അപ്പോൾ ഒരു വന്ന് തുറന്നു, നമ്മൾ ആംബുലൻസിൻ്റെ ഡോർ തുറന്നു. അപ്പോൾ വൈഫും അനിയത്തിയും വേറെ ഒരാളും കൂടി മരിച്ചു എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. മരിച്ചില്ല എന്ന് പറഞ്ഞാലും അവർ പറഞ്ഞു മരിച്ച നേരത്തെ 6 മണിക്ക് നമുക്ക് വിവരം കിട്ടിയതാണ് മരിച്ചു എന്നുള്ളത്. 12 മണിയായല്ലോ. അത് ഇവർക്കൊപ്പമുള്ളവർ തന്നെയാണോ പറയുന്നത്? ഒപ്പമുള്ളവർ തന്നെ പറഞ്ഞത്. അപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ ഇവൻ്റെ ഇത് കാണുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളേതായാലും മോർച്ചറിയിലേക്ക് കയറ്റില്ലല്ലോ. എല്ലാം അതാ പറഞ്ഞത്, പേപ്പറിൽ റെഡിയായാലും മാത്രമേ ഫ്രീസറിലേക്ക് കയറ്റും. അപ്പോൾ അതിലും മുന്നേ ഇവർ എന്താ പറയുക, നമ്മളോട് വന്ന് നമ്മൾ ഓപ്പൺ ചെയ്തു ഒരു ബോഡിയല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മളെന്താ പറയുക നോക്കാം. ബാക്കിയൊക്കെ മൂടിയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. മുഖം ചെറിയ സൈഡിൽ ഒരു എന്താ പറയുക അടിയിൽ മാത്രമേ തുണിയുള്ളൂ. ബാക്കി ഇങ്ങനെ ആ ഉള്ള തുണി കൊണ്ട് ഇങ്ങനെ സൈഡ് കവർ ചെയ്ത പോലെയുള്ളത്. ഫുള്ള് ഒരു ബോഡി പോലെ തന്നെയാണ് തോന്നിയ പോലെ തന്നെയുള്ളത്. അപ്പോൾ എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഈ ജീവൻ്റെ തുടിപ്പ് കണ്ടതിന് ശേഷം എന്തോ ചെയ്തു? നേരെ ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞു, കർണാടകക്കാരനാണ്, മലയാളം അറിയാം. ആളോട് പറഞ്ഞു ആൾ ഡെത്തായിട്ടില്ല. ആൾ പറഞ്ഞു എന്താ അങ്ങനെ ഡെത്തായെന്ന് പറഞ്ഞതാണ്. ഞാനറിയില്ല, എന്നോട് ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞാൽ ആൾ പോയിട്ടില്ല, നിങ്ങൾ എമർജൻസി എന്താ പറയുക ആളിത് എന്താ പറയുക ഇതിൻ്റെ ഉള്ളതെല്ലാം ഇറക്കാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്ത് ആ രീതിയിൽ ഡോറെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ ക്ലോസ് ചെയ്ത് പെട്ടെന്ന് മാറ്റുമെന്ന് പറഞ്ഞു. നേരെ കാഷ്വാലിറ്റി കൊണ്ടുവന്നു. ഡോക്ടർ അക്ഷയ്, പിന്നെ ഷാന, പിന്നെ റീത്ത മേഡം എല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും എമർജൻസി അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. കാർഡിയോളജി, മെഡിക്കലി, നെഫ്രോ ഇവരെല്ലാം ഇൻഫോം ചെയ്തു. നേരെ ICUയിലേക്ക് മാറ്റി. ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ? രാത്രിയും പോയി, കുറച്ച് ലേറ്റായിട്ടും പോയി കണ്ടു. ഒരു 2-3 മണി ആ ടൈം പോയി കണ്ടു. ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ 8 മണി ആ ടൈമിലും പോയി കണ്ടു. പൈത്രാട്ട വിളിച്ചു. ആ ഒരു സംസാരം ആക്കുന്നുണ്ട്. ആൾ ഓൾറെഡി ഫുള്ള് സ്റ്റഡി അല്ല, എന്നാലും ജീവൻ എന്നുള്ളത് ഇപ്പോൾ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ കൈയൊക്കെ പൾസ് നോക്കിയതാണോ അല്ല ജസ്റ്റ് കൈ പിടിച്ചതാണോ? കൈ തൊട്ട് വയ്ക്കുന്നത് എങ്ങനെ നമ്മളൊരു ബോഡി എന്നുള്ളത് അതിനകത്ത് എടുക്കുമ്പോൾ നമ്മൾ അവർ ചെയ്യുന്നതാണ് പൊതുവേ. അങ്ങനെ നമുക്കൊരു ആരായാലും നമ്മൾ ആര് കൊണ്ടുവന്നാലും നമ്മൾ ചെയ്യുന്നതാണ് അങ്ങനെ ബോഡിയോട്. ശരിക്കും നിങ്ങളുടെ ഒരു ശ്രദ്ധ അത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു മരണത്തിലേക്കൊക്കെ പോകുമായിരുന്നു അത്. സത്യമായിരുന്നു എന്താ പറയുക, നമ്മളെ ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ ജീവനോടെടുത്ത് ഫ്രീസറിൽ വെക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് നോക്കി അത്രയ്ക്ക് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പറഞ്ഞതാണ്, കട്ടൻ റൈറ്റ് പറഞ്ഞതാണ്. പത്രങ്ങളിലൊക്കെ വാർത്തയും വന്നു മരിച്ചു എന്ന്. മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അവരെന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞായിരുന്നു എല്ലാം കൊടുത്താന്ന്. വീട്ടിൽ പന്തലെല്ലാം കെട്ടി കസേരയിലും ഇട്ട് റെഡിയാക്കുക, ശ്മശാനത്തിൽ ടൈം എല്ലാം ബുക്ക് ആക്കിയതാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശ്വാസകോശ സംബന്ധമായ അസുഖമാണല്ലോ ഈ പവിത്രേട്ടൻ. അപ്പോൾ ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ആയിരുന്നില്ലേ? ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസ് ആയിരുന്നു. ഓക്സിജൻ ഓൾറെഡി പിന്നെ അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മുഖത്തൊന്നും വെച്ചിട്ടില്ല. ചിലപ്പോൾ അതിന് മുന്നേ അയച്ചതോ അല്ലെങ്കിൽ വെക്കാണ്ടെന്നതോ ഒന്നും അറിയില്ല. എല്ലാം ഉള്ള ചെറിയ ഒമ്നി ആ ടൈപ്പുള്ള ആംബുലൻസ് ആയിരുന്നു, ചെറിയ ആംബുലൻസാണ്. ഇപ്പോൾ അവർ പറയുന്നത് വലിയ സാമ്പത്തിക പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് മംഗലാപുരത്ത് നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ സമയത്തൊക്കെ ജീവനുണ്ടായിരുന്നു. പക്ഷേ ഈ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയാൽ ഈ 10 മിനിറ്റിനകം രോഗിയുടെ ജീവൻ നഷ്ടപ്പെടും എന്നാണ് ഈ മംഗലാപുരത്തെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. ആ രീതിയിലൊക്കെയാണോ നിങ്ങളോടും പറഞ്ഞിരുന്നത്? അത് എല്ലാം കഴിഞ്ഞ ശേഷം അങ്ങനെ പറയുന്നത് കേട്ടു. പിന്നെ നമ്മളധികം എന്താ പറയുക, ഒരു ജീവൻ കാണുമെന്നല്ലാണ്ട് പിന്നെ അവരെ കൂടെ നമ്മളെ എന്താ പറയുക, അവരോട് എങ്ങനെയാണെന്ന് എന്താണെന്ന് അധികം പോയി ചോദിക്കാനോ പിന്നെ ആ ടൈമല്ല, അത്രയും തിരക്കുള്ള ടൈം. പിന്നെ ഒരു എന്താ പറയുക, എങ്ങനെ ഒരു ജീവനല്ലേ. ഇപ്പോൾ എന്തായാലും വെന്റിലേറ്ററിൽ ഒഴിവാക്കിയാലും മരിക്കുവാൻ നമുക്ക് എപ്പോൾ അപ്പുറം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും വെന്റിലേറ്റർ തന്നെയാണ് അദ്ദേഹം? വെന്റിലേറ്ററല്ല, സിപപ്പ് മാത്രമേ ഉള്ളൂ, വെന്റിലേറ്ററൊന്നുമില്ല. വെന്റിലേറ്ററിൻ്റെ ഒരു സപ്പോർട്ടൊന്നും ആവശ്യമില്ല. നമ്മൾ സിപപ്പ് ഓക്സിജൻ മാത്രം വെച്ചിട്ട് അങ്ങനെ കയറ്റുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ വെന്റിലേറ്ററോ അങ്ങനത്തെ ഒന്നുമില്ല, O2-ൻ്റെ മാത്രമേ ഉള്ളത്. ഈ മംഗലാപുരത്തെ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ വെന്റിലേറ്റർ ആവശ്യമില്ലാത്ത രോഗികൾക്ക് വെന്റിലേറ്റർ സപ്പോർട്ടും ഇങ്ങനെ അവരോട് ഒരു ദിവസം 50,000 എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിട്ടാണ് അവർ ആകെ ഭയപ്പെട്ടു പോയതെന്നാണ് ആ ബന്ധുക്കളൊക്കെ പറയുന്നത്. നമുക്ക് ആശുപത്രിയായിട്ട് നമുക്ക് അങ്ങനെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം കണ്ണൂർ AKG ആശുപത്രി നടത്തുകയാണ്. തീർച്ചയായും എങ്ങനെയാണ് ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ ഒരു കണ്ടീഷനിലാണ് ഡോക്ടർമാരെല്ലാം നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ, അദ്ദേഹം ജീവിതത്തിലേക്ക് വന്നാൽ അത് ജയൻ എന്ന ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം കൂടിയാവില്ലേ? തീർച്ചയായും ഇവിടെ ജീവിച്ചിരിക്കട്ടെ എന്ന് അതിനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും കണ്ണൂർ AKG ആശുപത്രി പവിത്രൻ എന്ന പാച്ചപ്പൈക സ്വദേശിയുടെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. വെന്റിലേറ്ററിലല്ല അദ്ദേഹം ഇപ്പോഴുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമില്ലാത്ത ഒരു കണ്ടീഷനിൽ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അങ്ങനെ നമുക്ക് പവിത്രൻ എന്ന ആ 65-കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന ആത്മവിശ്വാസം കണ്ണൂർ AKG ആശുപത്രി അധികൃതർ പ്രകടിപ്പിക്കുകയാണ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഈ ആശുപത്രി മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. കാരണം ഈ ആശുപത്രിയിലേക്ക് മോർച്ചറി ബുക്ക് ചെയ്തുകൊണ്ടാണ് ആ ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രൻ്റെ എന്ന രോഗിയെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോർച്ചറി ബുക്ക് ചെയ്തതുകൊണ്ട് മാത്രം മോർച്ചറിയുടെ ഭാഗത്തേക്ക് ആംബുലൻസ് കയറ്റി അവിടെ നിന്ന് ആ രോഗിയെ മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് തന്നെ, അതായത് ആംബുലൻസിൽ വെച്ച് തന്നെ ഇതിൽ ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ഈ കണ്ണൂർ AKG ആശുപത്രിയിലെ അറ്റൻഡറായ ഈ ജയൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനം. ഒരു തരത്തിലും ആശുപത്രി ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ല. എന്തായാലും കണ്ണൂർ AKG ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആ രോഗിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഭഗീരഥ പ്രയത്നം തന്നെ അവർ ചെയ്യുന്നുമുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.